പിന്നെ ഗ്രൂപ്പിംഗ് കിട്ടും. കണ്ണൂർ നഗരത്തിൽ രാത്രികാലത്ത് തമ്പടിച്ച് അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 3 അംഗ സംഘത്തെ കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബംഗാൾ സ്വദേശിയായ ഇതര സംസ്ഥാന തൊഴിലാളിയെ കുത്തി കൊടൽമാല പുറത്തിട്ട സംഘത്തെയാണ് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് പോലുള്ള ഇരുട്ടുമൂടിയ സ്ഥലങ്ങളെയാണ് ഈ സംഘം തമ്പടിക്കുന്നതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കിഴക്കേ കവാടത്തിന് മുന്നിൽ പശ്ചിമബംഗാൾ സ്വദേശിയെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് 3 പേരെ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് വേളാവൂർ സ്വദേശി മുത്തു, കണ്ണൂർ ആയിക്കരയിൽ താമസിക്കുന്ന ഫാസില, കൊല്ലം സ്വദേശിയും കക്കാട് താമസക്കാരിയുമായ സഫൂറ എന്നിവരെയാണ് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഹോട്ടൽ തൊഴിലാളിയായ രഞ്ജിത്ത് മങ്കാറിനെ കുത്തി കൊടൽമാല പുറത്തിട്ടത്. അതീവ ഗുരുതര നിലയിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് രഞ്ജിത്ത്. സംഭവം നടന്ന് അധികം കഴിയുന്നതിനു മുമ്പ് തന്നെ സംഭവസ്ഥലത്ത് ടൗൺ SI VV ദീപ്തിയും പോലീസുകാരും എത്തിയിരുന്നു. പോലീസാണ് ചോരയിൽ കുളിച്ച നിലയിൽ കണ്ട രഞ്ജിത്തിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ആ സമയത്ത് ഇപ്പോൾ പിടിയിലായ 2 സ്ത്രീകളും സ്ഥലത്തുണ്ടായിരുന്നു. അന്ന് തന്നെ ഇവരെക്കുറിച്ച് ചില സംശയങ്ങളും പോലീസിനുണ്ടായിരുന്നു. ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ SIമാരായ K അനുരൂപ്, VV ദീപ്തി, വിനോദ്, പോലീസ് ഉദ്യോഗസ്ഥരായ CP നാസർ, ഷൈജു, റമീസ്, മിഥുൻ, ബൈജു എന്നിവർ നടത്തിയ ശാസ്ത്രീയ അന്വേഷണമാണ് പ്രതികളെ പെട്ടെന്ന് പിടികൂടാൻ സഹായകമായത്. രഞ്ജിത്തും അറസ്റ്റിലായ സ്ത്രീകളും തമ്മിലാണ് ആദ്യം വാക്കേറ്റമുണ്ടായത്. ഇതിനിടയിൽ എത്തിയ മുത്തു കത്തിക്കൊണ്ട് രഞ്ജിത്തിന്റെ വയറ്റിൽ കുത്തുകയായിരുന്നു. ഉടൻ സ്ഥലത്തുനിന്ന് മുത്തു ഓടി രക്ഷപ്പെടുകയും ചെയ്തു. കിഴക്കേ കവാടത്തിന് മുന്നിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സെന്ററിന് സമീപം കത്തി ഒളിപ്പിച്ച പ്രതി രക്ഷപ്പെട്ടു. കുത്താൻ ഉപയോഗിച്ച കത്തി മുത്തുവിനെ സ്ഥലത്ത് എത്തിച്ച് നടത്തിയ തെളിവെടുപ്പിൽ പോലീസ് കണ്ടെത്തുകയും ചെയ്തു. പിന്നെ ഗ്രൂപ്പിംഗ് കിട്ടും. രാത്രികാലങ്ങളിൽ കണ്ണൂർ നഗരത്തിൽ നടക്കുന്ന മിക്ക തർക്കങ്ങളിലും ഈ സംഘം കണ്ണിയാണെന്നാണ് പോലീസ് പറയുന്നത്. എയ്ഡ്സ് ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഭാഗമാണ് അറസ്റ്റിലായ 2 സ്ത്രീകളും. 2 പേരുടെയും ഭർത്താക്കന്മാർ നിലവിൽ ക്രിമിനൽ കേസിൽ ജയിലിലുമാണ്.
നഗരത്തിൽ അസാൻമാർഗിക പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ഗുണ്ടാപ്രവർത്തനവും പിടിച്ചുപറിയും നടത്തുകയും ചെയ്യുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് വ്യാപകമായ പരിശോധന നടത്തിയത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ കിഴക്കേ കവാടം പരിസരം കേന്ദ്രീകരിച്ചാണ് ഈ സംഘങ്ങളെല്ലാം തമ്പടിക്കുന്നത്. 1 വർഷം മുമ്പ് ലോറി ഡ്രൈവറെ കുത്തിക്കൊലപ്പെടുത്തിയ അതേ സ്ഥലത്തിന് സമീപത്താണ് ഇതര സംസ്ഥാന തൊഴിലാളിയെയും കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമമുണ്ടായത്. ഇത്തരം സംഘങ്ങൾക്കെതിരെ അതിശക്തമായ നടപടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് പോലീസ് നൽകുന്നതും. അതിൻ്റെ ആദ്യപടിയായാണ് ഈ അറസ്റ്റിനെ അവർ കാണുന്നതും. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ നവീൻ രാജിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.